ഈ കേരളപ്പിറവി ദിവസം ഞങ്ങളുടെ മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ പുതിയ വിളംബരം ചെയ്യുന്ന ദിവസം കൂടിയാണ്. ലീലാവതി ടീച്ചറുടെ നമ്മൾ കണ്ടു. ഇനി അടുത്തത് കണ്ണൂരിലേക്കാണ്. മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ, മലയാള സാഹിത്യത്തിൽ പ്രകാശം പരത്തിയ എഴുത്തുകാരൻ ടി പത്മനാഭനെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ കഥ മതി, ജീവകാലം മുഴുവനല്ല, ഇവിടെ മനുഷ്യരുള്ള കാലത്തോളം തന്നെ ഓർക്കപ്പെടുന്ന ഒരു കഥയാണ് ലാസ്റ്റ് ഡേ, ഒടുവിലത്തെ ഇല. ടീച്ചർ വായിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേ. അദ്ദേഹം കഥ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സന്തോഷത്തിന് ആണ് എഴുതുന്നത്, എനിക്ക് മറ്റുള്ളവർ പറഞ്ഞ പ്രമാണങ്ങളൊന്നും ബാധകമല്ല, എനിക്ക് സന്തോഷം തരുന്ന ഞാൻ എഴുതുന്നു, എനിക്ക് തോന്നിയ പോലെ. പോയൻട്രിയെ എനിക്കും വലിയ ഇഷ്ടം. ലാസ്റ്റ് ലൈഫൊക്കെ എത്രയോ തവണ വായിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സന്തോഷത്തിന് നിങ്ങളും ഈ അർത്ഥോക്തിയിൽ വിരമിക്കുന്നു എന്നല്ല ചോദിച്ചത്, എൻ്റെ സന്തോഷത്തിനൊന്നും കൂട്ടിക്കൊള്ളും. സാർ, എൻ്റെ പേര് അന്മരിയ. എനിക്ക് ചോദിക്കാനുള്ളത്, സാറിപ്പോൾ കഥകൾ മാത്രമാണ് എഴുതുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് മറ്റൊരു മേഖലയിലേക്ക് ചിന്തിക്കാതിരിക്കുന്നത്? സമയമുണ്ടല്ലോ, മരയെന്നുള്ള പേരിൽ ഒരു കഥ എന്റെതുണ്ട്. ഇല്ല, വായന കുറവാണ്. സാർ, എൻ്റെ പേര് ദേവനന്ദ. സാറിൻ്റെ കഥയിൽ സ്ത്രീകളെ അമ്മമാരെല്ലാം വളരെ ബഹുമാനത്തോടെ ഉള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ സ്ത്രീകളെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇവിടുത്തെ പെണ്ണെഴുത്തുകാരികൾ എന്നറിയപ്പെടുന്നവർ നേരെ മറിച്ചും പറയുന്നുണ്ട്. ഞാൻ സ്ത്രീകളെ കുറിച്ചിട്ട് ഒരിക്കലും മോശമായിട്ട് എഴുതിയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. കാരണം ഞാൻ എൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും കണ്ട് വളർന്നവരല്ലേ. ഞാൻ അവരിലും എൻ്റെ അമ്മയെയും പെങ്ങന്മാരെയാണ് കാണുന്നത്. എനിക്ക് മര്യാദയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ പെണ്ണെഴുത്തുകാരികളില്ലല്ലോ, ഉണ്ടെങ്കിൽ അവരല്ല, അവരിതുവരെ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? വളരെ സ്ത്രീകളെ ആദരവോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. പ്രകാശത്തിന്റെ വിരലുകൾ എഴുതിയ കഥാകാരനാണ്, അവയുടെ കാലഭൈരവനാണ് മാതൃഭൂമിയുടെ ആദരം ഏറ്റുവാങ്ങുന്നത്.